നിങ്ങളെ ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിസ്സയൊക്കെ വാങ്ങി കൊടുക്കുന്ന ആൾക്കാരാണോ? എന്നാലേ ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ. ഈ പിസ്സ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഈ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. കാലറിയും കാർബോഹൈഡ്രേറ്റും അങ്ങനെയുള്ള പലതും നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്ന സമയത്ത് അത് നമുക്ക് അത്ര ഹെൽത്തി ആയിട്ട് തോന്നാറില്ല അല്ലേ. എന്നാലേ അതില്ലാതെ നമുക്ക് ഒരു പിസ്സ രൂപത്തിൽ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ബേസ് റൈസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. മൈദ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റൈസ് പേപ്പർ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. റൈസ് പേപ്പറിന് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ അതങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ ഈ ഒരു ചൂടുകൊണ്ട് തന്നെ മുട്ട ഇങ്ങനെ വെന്ത് വരുന്നുണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ക്യാരറ്റ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ വലിഞ്ഞ് കിട്ടാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് മൊസറല്ല തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചീസും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചൂടിൽ ഈ ചീസൊക്കെ മെൽറ്റാകുന്ന സമയത്ത് 2 ഭാഗവും നല്ലപോലെ അങ്ങ് ഒട്ടി പിടിച്ചങ്ങ് നിന്നോളൂ കേട്ടോ. 2 ഭാഗം ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ. ഇതിലേ ഈ ഒരു റൈസ് പേപ്പറിൻ്റെ ഭാഗം ഉണ്ടല്ലോ നല്ല ക്രഞ്ചി ആയിരിക്കും കേട്ടോ. ഉള്ളിൽ നല്ല മെൽറ്റായിട്ട് കിടക്കുമായിരിക്കും. ഇതിനി കട്ട് ചെയ്ത് കഴിക്കുന്ന പണിയേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഔട്ടർ കവർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ റൈസ് പേപ്പറിൻ്റെ ഭാഗം കുറച്ച് സോഫ്റ്റായ പരുവത്തിലാണ് വേണം എന്നുള്ളതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ആ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. എന്തായാലും നിങ്ങൾ 2 രീതിക്കും ഒന്ന് ചെയ്ത് നോക്കുക. ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് അങ്ങ് സെലക്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഇതാണ്. അതായത് നമ്മൾ റൈസ് പേപ്പർ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. 2 ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വെക്കരുത്. ഒരുപാട് നേരം വെച്ചാൽ അപ്പം തന്നെ ഇതിങ്ങനെ സോഫ്റ്റായി പോകും. അപ്പോൾ നമുക്കത് പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതായത് നമ്മൾ ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ചെയ്യണം എന്ന് മാത്രം. എല്ലാ ചേരുവകളും നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്തിൽ അങ്ങ് വെച്ചേക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ റൈസ് പേപ്പർ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തു. പാൻ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഓയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതല്ല, നിങ്ങൾക്ക് ചില്ലി ഓയിലിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഹെൽത്തി വേർഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൂടെ ആവുമ്പോൾ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെയൊക്കെ ചേർത്ത ആ ചേരുവകളൊക്കെ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്താൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇത് കുറച്ചുകൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മറ്റേത് കുറച്ചുകൂടെ ക്രഞ്ചി ആയിരിക്കും, ഇത് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.